പുലിപ്പല്ലുമാല ലോക്കറ്റായി ഉപയോഗിച്ച കേസിൽ വേടനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കി. 2 ദിവസത്തേക്ക് വനം വകുപ്പ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. അതേസമയം യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ലെന്ന് വേടൻ പറഞ്ഞു. രാസലഹരി ഒന്നും ഉപയോഗിക്കാറില്ലെന്നും വേടൻ പ്രതികരിച്ചു. തിയോഫിൻ ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. തിയോഫിൻ, അതായത് വേടന്റെ വിശദീകരണം എന്ന് പറയുന്നത് അത് തനിക്കൊരു ആരാധകൻ നൽകിയതാണ്, അത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് ഇപ്പോഴും തനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് രാസലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നും പറഞ്ഞു വെക്കുകയാണ് വേടൻ. മറുവശത്ത് വനം വകുപ്പിന്റെ സ്റ്റാൻഡ് ഈ കേസിൽ എന്താണ്? അവർ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എങ്ങനെയാണ്? കോടതിയിൽ അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? മനു, നിലവിൽ ഇപ്പോൾ വനം വകുപ്പ് വേടനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഈ പുലിപ്പല്ല് ലോക്കറ്റ് ഉപയോഗിച്ച കേസുമായി ബന്ധപ്പെട്ടാണ്. അനധികൃതമായി പുലിപ്പല്ല് കൈവശം വെച്ചു, അതോടൊപ്പം മൃഗവേട്ട, 2 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതിൽ മൃഗവേട്ട ചുമത്തുന്നതിനൊരു കാരണമുണ്ട്. വേടൻ മൃഗവേട്ട നടത്തിയെന്നല്ല അതിനർത്ഥം. അനധികൃതമായി ഒരു പുലിപ്പല്ലോ, അതായത് ഷെഡ്യൂൾഡ് പട്ടികയിലുള്ള മൃഗങ്ങളുടെ പല്ലോ നഖമോ അങ്ങനെ എന്തെങ്കിലും കൈവശം വയ്ക്കുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്, വനം നിയമപ്രകാരം. അതുകൊണ്ട് തന്നെ വനം വകുപ്പിൻ്റെ നിയമപ്രകാരം ഇങ്ങനെ ഒരു വസ്തു ഇവിടെ കൈമാറ്റം ചെയ്യാനോ കൈവശം വയ്ക്കാനോ വകുപ്പില്ലാത്തതിനാൽ ഒരാളുടെ കയ്യിൽ ഇത് എത്തണമെങ്കിൽ ഒരു മൃഗത്തെ വേട്ടയാടി കൊന്നിട്ടായിരിക്കണം എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു വകുപ്പ് കൂടി ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. ഇനി ഇത് തനിക്കൊരു ആരാധകൻ നൽകിയതാണ്. രഞ്ജിത്ത് കുമ്പിടി എന്ന ഒരു ആരാധകൻ, ഇയാൾ വനവകുപ്പിന് നൽകിയ വിവരമനുസരിച്ചാണെങ്കിൽ ഇയാൾ ഒരു ശ്രീലങ്കൻ തമിഴ് വംശജനാണ്. അയാൾ ഈ വേടനെ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. പരിചയത്തിലൂടെ അടുത്തു ഇയാളുടെ സംഗീതത്തോടുള്ള ആരാധന, അങ്ങനെ ആരാധന കൊണ്ട് ഇയാൾക്ക് ഒരു പുലിപ്പല്ല് സമ്മാനമായി നൽകി. പല്ലായിട്ട് തന്നെയാണ് അത് നൽകിയത്. ഈ ലഭിച്ച പുലിപ്പല്ല് വേടൻ അത് തൃശ്ശൂരിലൊരു ജ്വല്ലറിയിൽ നൽകി. അതിൽ ചെറിയ ഒന്നുകൂടി അത് മനോഹരമാക്കി ചെറിയ ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് ഇതിനെ ഒരു ലോക്കറ്റാക്കി മാലയിൽ കഴുത്തിലണിയുകയായിരുന്നു. മാലയിലാക്കി കഴുത്തിലണിയുകയായിരുന്നു. ഇതാണ് ഇന്നലെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. പ്രാഥമിക പരിശോധനയിൽ അത് പുലിപ്പല്ലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ശാസ്ത്രീയമായ ഒരു പരിശോധന കൂടി ആവശ്യമുണ്ട്. ഹൈദരാബാദിലോ KFRIയിലോ ആണ് ഇതിൽ, പീച്ചിയിലുള്ള KFRIയിലോ ആണ് ഇത് പരിശോധിക്കാൻ സൗകര്യമുള്ള ലാബുള്ളത്. അങ്ങനെയെങ്കിൽ മിക്കവാറും അത് ഹൈദരാബാദിലെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കാനാണ് സാധ്യത. എന്തായാലും പുലിപ്പല്ല് കൈവശം വെച്ചതിനിപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അത് 2 കേസാണ്. അനധികൃതമായി ഇത് കൈവശം വെച്ചു എന്ന കേസും അതോടൊപ്പം മൃഗവേട്ടയും. ഇനി ഇത് നൽകിയ രഞ്ജിത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അയാൾ ഇത് സമ്മാനമായി നൽകിയതാണ് എന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു ഈ മൃഗവേട്ട എന്ന വകുപ്പ് ഒഴിവായി കിട്ടും. അങ്ങനെയെങ്കിൽ ഇത് അനധികൃതമായി കൈവശം വെച്ചു എന്ന കേസ് മാത്രമായിരിക്കും വേടനെതിരെ ഉണ്ടാവുക. എന്തായാലും രഞ്ജിത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ മലേഷ്യയിലോ മറ്റോ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളാണ് എന്നാണ് വേടൻ നൽകിയ വിവരമനുസരിച്ച് വനംവകുപ്പിന് ലഭ്യമായിട്ടുള്ള വിവരം. ഈ രഞ്ജിത്തിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണ്. രഞ്ജിത്തിനെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇയാളിൽ നിന്ന് മറ്റ് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. ഒരുപക്ഷെ ഇയാൾ കൂടി പ്രതിയാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. അത് ഇയാൾക്ക് എങ്ങനെ ഈ പുലിപ്പല്ല് ലഭിച്ചു എന്നത് അയാൾ വനം വകുപ്പിനോട് വ്യക്തമായി തന്നെ അത് മറുപടി പറയേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിലാകും വേടനെതിരെ ഇനിയുള്ള വകുപ്പുകൾ ചുമത്തുന്നത് എങ്ങനെയാണ് എന്ന് വനം വകുപ്പ് തീരുമാനിക്കുക. ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ഇത് നൽകിയതാൽ, താൻ ഗിഫ്റ്റായി നൽകിയതാണെന്ന് രഞ്ജിത്ത് സ്ഥിരീകരിച്ചാൽ മൃഗവേട്ട എന്ന വകുപ്പ് ഒഴിവായി കിട്ടും. എങ്കിൽ തന്നെയും അനധികൃതമായി ഇത് കൈവശം വെച്ചതിന് കേസുണ്ടാകും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ജ്വല്ലറിയിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഷെഡ്യൂൾഡ് പട്ടികയിലുള്ള